ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നൗറു എന്ന ഒരു ഐലാൻഡിനെ കുറിച്ച് നമുക്കൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. നൗറു, എ സ്മോൾ ഐലാൻഡ് ഇൻ ദ പസഫിക്, വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ബൈ ദ ഇൻ്റർനാഷണൽ ജേർണൽ നാഷണൽ ജിയോഗ്രഫിക് ഇൻ 1976. അപ്പോൾ 1976 നാഷണൽ ജിയോഗ്രഫിക്കിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നൗറു ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഐലാൻഡ് വിച്ച് ഈസ് ജസ്റ്റ് 21 സ്ക്വയർ കിലോമീറ്റർ ഇൻ ഏരിയ വാസ് വൺസ് ലഷ് ഗ്രീൻ ആൻഡ് വാസ് ദ അബോർഡ് ഓഫ് സെവറൽ മൈഗ്രേറ്ററി ബേർഡ്സ്. അതായത് 21 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. അവിടെ മുഴുവൻ പച്ചപ്പ് നിറഞ്ഞതും പിന്നെ പുറത്തുനിന്ന് വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സിന് ഒരു വാസസ്ഥലവും കൂടിയായിരുന്നു. ബട്ട് നൗ നൗറു ഈസ് എ ബാരൻ ലാൻഡ്. പക്ഷേ ഇപ്പോഴോ നൗറു എന്ന് പറയുന്ന ഒരു തരിശു ഭൂമിയാണ്. ദ റിസോഴ്സസ് ആർ നൗ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. അവിടെയുള്ള റിസോഴ്സസ് എല്ലാം നഷ്ടമായിരിക്കുകയാണ്. സ്പാർസ്ലി പോപ്പുലേറ്റഡ് ലാൻഡ് വിത്ത് എക്സ്പോസ്ഡ് കോറൽ റീഫ്സ് എവ്രിവെയർ. ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ്? എവിടെ കുറച്ച് മാത്രം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ലാൻഡാണ്. അവിടെയെല്ലാം പവിഴപ്പുറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഡോണ്ട് യു വാണ്ട് ടു നോ ഹൗ നൗറു ബിക്കെയിം ലൈക്ക് ദിസ്? നൗറു എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? നൗറു വാസ് റിച്ച് ഇൻ ഫോസ്ഫേറ്റ് മിനറൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ രാസവളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫോസ്ഫേറ്റിൻ്റെ ഒരു നിക്ഷേപം അവിടെ ഉണ്ടായിരുന്നു. ദ ഇൽ ഫേറ്റ് ഓഫ് നൗറു ബിക്കെയിം വെൻ ജർമ്മനി എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്സ് കോളനി there in 1888 ആൻഡ് സ്റ്റാർട്ടഡ് ഫോസ്ഫേറ്റ് മൈനിങ്. അപ്പോൾ നമ്മുടെ നൗറുവിൻ്റെ ഇൽഫേറ്റ് തുടങ്ങിയത് എപ്പോഴാണ്? ജർമ്മനി അവിടെ ഒരു കോളനി രൂപീകരിച്ചു 1888. എന്നിട്ട് അവിടെ ഫോസ്ഫേറ്റ് മൈനിങ് തുടങ്ങി. ബ്രിട്ടൻ, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ഓൾസോ സ്റ്റാർട്ടഡ് മൈനിങ് ആക്ടിവിറ്റീസ് ഫോളോയിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറോട് കഴിഞ്ഞതോടുകൂടി ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇവരും മൈനിങ് തുടങ്ങിയിരുന്നു. നൗറു പ്രോസ്പേർഡ് ത്രൂ ഫോസ്ഫേറ്റ് മൈനിങ്. അതായത് ഫോസ്ഫേറ്റ് കുഴിച്ചെടുക്കുക, അതാണ് മൈനിങ് എന്ന് പറയുമ്പോൾ. ഫോസ്ഫേറ്റ് മൈനിങ് തുടങ്ങിയതോടെ നൗറു എന്തായി മാറി? ഒരു റിച്ചസ്റ്റ് കൺട്രി ആയിട്ട് മാറി. അവർക്ക് കുറേ സമ്പത്ത് ലഭിച്ചു ഇതിലൂടെ. ബട്ട് ദ അൺകൺട്രോൾഡ് മൈനിങ് ആക്ടിവിറ്റീസ് ലെഡ് ടു ദ എക്സ്റ്റെൻസീവ് ക്ലിയറിംഗ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ. എന്നാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള മൈനിങ് ആക്ടിവിറ്റീസ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സസ്യജാലങ്ങളെയെല്ലാം ബാധിക്കാൻ തുടങ്ങി. ദിസ് ലെഡ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് മെനി ബേർഡ്സ് ആൻഡ് ആനിമൽസ് വിച്ച് റിസൾട്ടഡ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ഇതിലൂടെ പക്ഷികളും അനിമൽസും എല്ലാം എന്തായി? നാശം സംഭവിച്ചു അവയ്ക്കൊക്കെ. അതുപോലെ നമ്മുടെ പരിസ്ഥിതി ആകെ മാറി. ഫോസ്ഫേറ്റ് ഡെപ്പോസിറ്റ്സ് ഓൾസോ ഗോട്ട് എക്സോസ്റ്റഡ്, ടേണിംഗ് നൗറു ടു ആൻ അബ്സല്യൂട്ട്ലി പുവർ കൺട്രി ഇൻ എവറി റെസ്പെക്റ്റ്. അതായത് ഫോസ്ഫേറ്റ് മൈനിങ് ചെയ്ത് ഫോസ്ഫേറ്റ് ഡെപ്പോസിറ്റും കുറഞ്ഞു. അങ്ങനെ തീർന്നു പോകും. അപ്പോൾ അവരുടെ കൺട്രിയെ ഒരു പുവർ കൺട്രിയാക്കി മാറ്റി. ഈ ഡിസ്ക്രിപ്ഷനിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രകൃതി തരുന്ന ഗിഫ്റ്റ്സാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിനെ മനുഷ്യർക്ക് ആവശ്യമായ രീതിയിൽ മിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. You have read about Nauru, the country which was once rich because of its phosphate mineral resources but now has become poor due to the depletion of the same. അതായത് ആദ്യം നൗറു എങ്ങനെയായിരുന്നു? ഫോസ്ഫേറ്റ് റിച്ച് ആയിരുന്നു. എന്നാൽ പിന്നീട് അതിൻ്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള യൂസേജ് കാരണം അതിന് തന്നെ ഡിപ്ലീഷൻ സംഭവിച്ചിട്ട് പുവറായി മാറിയൊരു കൺട്രിയാണ് നൗറു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. വാട്ട് ആർ റിസോഴ്സസ്? വാട്ട് കോസസ് റിസോഴ്സ് ഡിപ്ലീഷൻ? ഷുഡ് ദീസ് റിസോഴ്സസ് ബി കൺസേർവ്ഡ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് നമുക്ക് ഈ യൂണിറ്റിലൂടെ കിട്ടുന്നത്. ദോസ് തിങ്സ് യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് റിസോഴ്സസ്. മനുഷ്യർക്ക് ഉപയോഗപ്രദമുള്ള തിങ്സിനെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്.
റോക്സ്, വാട്ടർ, സോയിൽ, വിൻഡ്, മിനറൽസ്, സൺലൈറ്റ് ഇവയൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസ്. ദ തിങ്സ് ഡയറക്ട്ലി ഒബ്റ്റൈൻഡ് ഫ്രം നേച്ചർ ആൻഡ് ആർ യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതും അത് മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതുമായ തിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. Our nature is endowed with innumerable resources such as air, sunlight, wind, trees, water, etc. നമ്മുടെ പ്രകൃതി നമുക്കായി സമ്മാനിച്ചിട്ടുണ്ട് കുറേയധികം റിസോഴ്സസിനെ, ലൈക്ക് എയർ, സൺലൈറ്റ്, വിൻഡ്, എക്സെട്ര. A few among the resources you have listed are living things and the rest are non-living things. അതായത് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന റിസോഴ്സസിനെ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കുറേയൊക്കെ ലിവിങ് തിങ്സ് ആണ്, അതായത് ജീവനുള്ളവയാണ്. ബാക്കിയൊക്കെ ജീവനില്ലാത്തവയുമാണ്. The living resources are called biotic resources and non-living resources are called abiotic resources. ജീവനുള്ള റിസോഴ്സസിനെ നമ്മൾ ബയോട്ടിക് റിസോഴ്സസ് എന്നും ജീവൻ ഇല്ലാത്തവയെ അബയോട്ടിക് റിസോഴ്സസ് എന്നും പറയും. കുറച്ച് റിസോഴ്സസ് ഒക്കെ നമുക്ക് എല്ലാ സമയവും കിട്ടും, എന്നാൽ സം റിസോഴ്സസ് മാത്രം യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ടുള്ള നോട്ട്സാണിത്. വാട്ട് ആർ റിസോഴ്സസ്, അതായത് മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള തിങ്സിനെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. വാട്ട് ആർ നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതിയിൽ നിന്നും നേരിട്ട് കിട്ടുന്നതും മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള തിങ്സിനെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് റിസോഴ്സസ്. ലിവിങ് റിസോഴ്സസ്, ജീവനുള്ള റിസോഴ്സസിനെയാണ് ബയോട്ടിക് റിസോഴ്സസ് എന്നും നോൺ ലിവിങ് റിസോഴ്സസ്, ജീവനില്ലാത്ത റിസോഴ്സസിനെയാണ് അബയോട്ടിക് റിസോഴ്സസ് എന്നും പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എക്സോസ്റ്റിബിൾ ആയിട്ടും നോൺ എക്സോസ്റ്റിബിൾ ആയിട്ടൊക്കെ തരംതിരിക്കണം. വിൻഡ്, കോൾ, വാട്ടർ, നാച്ചുറൽ ഗ്യാസ്, സൺലൈറ്റ്, ഫോറസ്റ്റ്, പെട്രോളിയം, സോയിൽ, അയൺ ഓർ ഇവയൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്കത് ബോക്സിലാക്കി എഴുതി നോക്കാം. എവർ അവൈലബിൾ റിസോഴ്സസ്, അതായത് എപ്പോഴും നമുക്ക് പ്രകൃതിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിസോഴ്സസ് ഏതൊക്കെയാണ്? വിൻഡ്, കാറ്റ്, വാട്ടർ, സോയിൽ, സൺലൈറ്റ് ഇവയൊക്കെയാണ് നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എക്സോസ്റ്റിബിൾ റിസോഴ്സസ്, അതായത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും, ശോഷിക്കാൻ ചാൻസ് ഉള്ള റിസോഴ്സസ്. കോൾ, നാച്ചുറൽ ഗ്യാസ്, ഫോറസ്റ്റ്, പെട്രോളിയം, അയൺ ഓർ ഇവയൊക്കെയാണത്. അപ്പോൾ എവർ അവൈലബിൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയും. എക്സോസ്റ്റിബിൾ റിസോഴ്സസ് ആണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഇൻക്രീസിങ് നീഡ്സ്, എക്സോസ്റ്റിംഗ് റിസോഴ്സസ്. ഇൻക്രീസിങ് നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ എക്സോസ്റ്റിംഗ് റിസോഴ്സസ്, അതായത് ഉപയോഗിക്കും തോറും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ റിസോഴ്സസിനെയാണ് നമ്മൾ എക്സോസ്റ്റിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ലൈക്ക് മിനറൽസ്. Man makes extensive use of natural resources as if these were meant exclusively for him. അതായത് മനുഷ്യർ എങ്ങനെയാണ് നാച്ചുറലായിട്ട് കിട്ടുന്ന റിസോഴ്സസിനെ അധികമായി ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതായത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന വിഭവങ്ങൾ നമുക്ക് മാത്രമുള്ളതല്ല. Demand for natural resources increased with the increase in population, developments in science and technology, communication facilities, industrialization, etc. അതായത് ആവശ്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടുവരികയാണ്. പോപ്പുലേഷൻ കൂടും, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജീസ് എല്ലാം ഡെവലപ്പാവും. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം എല്ലാം കൂടുമ്പോൾ അതിനനുസരിച്ച് റിസോഴ്സസിൻ്റെ ആവശ്യവും നമുക്ക് കൂടും. ദിസ് ലെഡ് ടു ലാർജ് സ്കെയിൽ ഡിപ്പൾഷൻ ഓഫ് റിസോഴ്സസ്. ആവശ്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ ലാർജ് സ്കെയിലിൽ, അതായത് കൂടുതലായിട്ട് ഈ റിസോഴ്സസിന് ശോഷണവും സംഭവിക്കും, അതായത് അതും കുറഞ്ഞുകൊണ്ടേ വരും. Decrease in the availability and deterioration in the quality of resources due to reckless usage is called resource depletion. അതായത് നമുക്ക്
അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് അത് കിട്ടുന്നത് കുറയുകയും ചെയ്യും. അതുപോലെ അതിൻ്റെ ക്വാളിറ്റി, ഗുണത്തിലും കുറവ് വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വീണ്ടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട്, അമിതമായി ഉപയോഗിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? റിസോഴ്സ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, വിഭവ ശോഷണം എന്ന്. This resulted in depletion of resources and changes in the environment. അപ്പോൾ ഇങ്ങനെ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വിഭവങ്ങൾ ശോഷിക്കുകയും അതുപോലെ നമ്മുടെ പരിസ്ഥിതിക്ക് മാറ്റം വരികയും ചെയ്യുന്നു. ഇവിടെ ഒരു സ്പീച്ചാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ മലയാളം ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അതായത് നമ്മളുടെ ഇപ്പോഴുള്ള മനുഷ്യർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ അമിതമായി ഉപയോഗിക്കുമ്പോൾ പിന്നീടുള്ള തലമുറയ്ക്ക് ഈ റിസോഴ്സസ് ഒക്കെ കിട്ടാതെയാവും. അതിനെക്കുറിച്ചുള്ള ഒരു സ്പീച്ചാണ് ഇത്. നമ്മൾ എന്തൊക്കെയാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അമിത ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് വായിച്ചു നോക്കിക്കോളൂ. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. What are the worries shared by the girl in her speech? ആ സ്പീച്ചിൽ എന്തൊക്കെ വറീസാണ് പറഞ്ഞിട്ടുള്ളത്? എയർ സബ്ജക്റ്റഡ് ടു പൊല്യൂഷൻ. ഇപ്പോൾ നമ്മുടെ എയറൊക്കെ എന്താണ്? പൊല്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് സബ്ജക്റ്റഡ് ടു ഡിസ്ട്രക്ഷൻ. കാടുകളെല്ലാം നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനിമൽസ് ആർ ഫേസിങ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അതായത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അനിമൽസിനൊക്കെ. ഹോൾസ് ഇൻ ദ ഓസോൺ. ഹോൾസ് എന്ന് പറയുമ്പോൾ ഓസോൺ ലെയർ ഉണ്ട് അന്തരീക്ഷത്തിൽ. അപ്പോൾ ആ ഓസോൺ ലെയറിൽ ഹോൾസ് വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാണാം. സോ അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡു ലൈക്ക് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്.